ഇസ്ലാമിക സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന് പരിപാടി നടത്താൻ സർക്കാർ സ്കൂൾ വിട്ടു നൽകി. തൃശൂർ മാള അന്നമട ഗവൺമെന്റ് UP സ്കൂളാണ് ജൂൺ 20, 21 തീയതികളിൽ SSFന് സാഹിത്യോത്സവത്തിനായി വിട്ടു നൽകിയത്. എന്നാൽ സ്കൂൾ കെട്ടിടം സംഘടനകളുടെ പരിപാടികൾക്ക് വിട്ടു നൽകാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് അന്നമട പഞ്ചായത്ത് സെക്രട്ടറിയും അറിയിച്ചു. സാനു കെ സജീവ് വിശദാംശങ്ങൾ നൽകുകയാണ്. സാനു, കേരളത്തിൽ UDF ഭരണം നിലവിൽ വന്നതോടുകൂടി അതിതീവ്ര ഇസ്ലാമിക സംഘടനയായ SSF എന്ന് പറഞ്ഞാല് നമുക്കറിയാം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ എത്രയോ പതിറ്റാണ്ടുകളായി ഈ കേരളത്തില് മാത്രവുമല്ല ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ് അത് പറയുക. അവരെന്ത് തീവ്രവാദ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ജനൻ TVയോട് ചോദിച്ചാൽ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തേണ്ടി വരും. പക്ഷേ സ്വന്തം ചാനലും സ്വന്തം അവതാരകരും ഇങ്ങനെ വർഗീയപരമായി പറയാൻ പറ്റിയ നാവും അതിന് സ്ക്രിപ്റ്റ് ചെയ്താൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ തന്തയില്ലാത്തരം കാണിക്കുന്ന ഇത്തരം നാറിയ ആളുകളും ഉണ്ടെങ്കിൽ പിന്നെ എന്തും ഒരു പൊതുസമൂഹത്തോട് വിളിച്ചു പറയാമെന്നുള്ള അഹങ്കാരത്തോടു കൂടി, മാത്രവുമല്ല ഞങ്ങളുടെയൊക്കെ മനോഭാവത്തിലിരിക്കുന്ന അതേ ആളുകളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് എന്നുള്ള മറ്റൊരു അഹങ്കാരത്തോടു കൂടിയാണ് ഈ പറയുന്ന SSFനെ പോലും വർഗീയ തീവ്രവാദ സംഘടനയാക്കിയിട്ട് ജനൻ TV എന്ന് പറയുന്ന വിസർജനം എന്നാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്, ആ TVയിലൂടെ ഇപ്പോ വിസർജിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഈ സംഘടന ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ വിശിഷ്യ കേരളത്തിൽ എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഹൈന്ദവ സഹോദരനോ മതമുള്ളവനോ മതമില്ലാത്തവനോ യാതൊരു വിധത്തിലും അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരാൾക്കും ഒരു തെളിവോ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് തക്കതായ കേസോ കാര്യങ്ങളോ ഈ സംഘടനയ്ക്ക് ഇല്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. പക്ഷെ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് മുസ്ലിം സംഘടനകളെ മുഴുവനും ഇസ്ലാമോഫോബിയ, അതായത് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇവരൊക്കെ ഒരേപോലെ തീവ്രവാദികളാണ്, വർഗീയവാദികളാണ് എന്ന് ഒരു നരേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിലൂടെ ജനങ്ങളെ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനൻ TVയിലൂടെ എടുക്കുന്ന ഇത്തരം കുൽസിത ശ്രമങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്, പ്രതിഷേധിക്കേണ്ടതുണ്ട്. നോക്കൂ, SSFന്റെ സാഹിത്യോത്സവം ഏഷ്യയിലെ, ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാഹിത്യ ഉത്സവമാണ്, ഒരു പ്രോഗ്രാമാണ് SSFന്റെ സാഹിത്യോത്സവം. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന, നമ്മുടെ സ്കൂൾ കലോത്സവം പോലെ തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രതിഭകളുടെ ഒരു സംഗമം തന്നെയാണ് SSFന്റെ സാഹിത്യോത്സവം എന്നുള്ളത്. അതിൽ ഒരുപാട് എഴുത്തുകാരും ചിന്തകന്മാരും രാഷ്ട്രീയക്കാരും മതനേതൃത്വങ്ങളും ഒക്കെ വന്നുകൊണ്ട് സംഗമിക്കുന്ന ആ SSFന്റെ സാഹിത്യോത്സവത്തില് ഒരു സ്കൂളില്, അന്നമട സ്കൂളില് അതിന് വേദി ഒരുക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചതിന്റെ പേരിലാണ് വിസർജനം എന്ന് പറയുന്ന കേരളത്തിൽ വർഗീയത ചീറ്റിക്കൊണ്ടിരിക്കുന്ന ജനൻ TV ഇത് ഇപ്പോൾ ഒരു വർഗീയ തലത്തിലേക്ക് അവരുടെ അജണ്ട വെച്ചുകൊണ്ട് തീവ്ര വർഗീയ സംഘടനയായ SSFനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ? വർഗീയ ധ്രുവീകരണം, നുണപറച്ചിലുമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് SSF അഥവാ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനക്ക് നേരെ ഇവര് ഇപ്പോ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ മുസ്ലിങ്ങളെയും ശത്രുക്കളായി കാണുന്ന ഒരു പ്രത്യേകതരം മനോഭാവത്തിലേക്കാണ് ഇവര് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും അറിയാം SSF സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ കാരുണ്യ സാംസ്കാരിക സംഘടനയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. യാതൊരു വിധത്തിലുള്ള തീവ്രവാദപരമായ നിലപാടും ഇന്ന് വരെ സ്വീകരിക്കാത്ത ഈ സംഘടനയെ കുറിച്ച് ഇങ്ങനെ പറയാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചാൽ
ഒറ്റ മനോഭാവം തന്നെയുള്ളൂ ഇവരെ കുറിച്ച് പറയാനുള്ളത്. സംഘികളെ കുറിച്ച് പറയാനുള്ളത്, സംഘി മനോഭാവത്തെ കുറിച്ച് പറയാനുള്ളത്, അവർക്ക് എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദികളാക്കണം. അവർക്ക് എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദികളാക്കണം. അതുകൊണ്ട് തന്നെയാണ് SSFനെ തീവ്രമായ വർഗീയ നിലപാടുള്ള തീവ്ര സംഘടനയാക്കിയിട്ട് ചാപ്പയടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ജനൻ TV ഇങ്ങനെ ഒരു വാർത്തയും ഇങ്ങനെ ചില പരാമർശങ്ങളും നടത്തിയത് എന്ന് അത് കേവലം യാദൃശികമായിട്ട് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വന്നതല്ല. അത് കേരളത്തിൽ സമാധാനപരമായി ജീവിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് ഭീതി പരത്തുക, ഇസ്ലാമോഫോബിയ അങ്ങനെ സൃഷ്ടിച്ചിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എല്ലാ മുസ്ലിം സംഘടനകളും തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും വ്യക്തവും കൃത്യവുമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ മാസ്റ്റർ പ്ലാൻ വിജയിക്കുള്ളൂ. അതിലൂടെയാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് അവർക്ക് ഈ കേരളത്തിൽ കടന്നു കയറാൻ സാധിക്കുള്ളൂ. ജനങ്ങളെ തമ്മിൽ ആശങ്കയിലാക്കിയിട്ട് വർഗീയ ധ്രുവീകരണം നടത്തിയിട്ട് അതിലൂടെ രാഷ്ട്രീയപരമായ മേൽനോട്ടം കൊയ്യാനുള്ള സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഒളി അജണ്ടയുമായിട്ടാണ് ഈ വിഷയത്തിൽ ജനൻ TV പ്രത്യക്ഷപ്പെട്ടത് എന്ന് വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. ജനൻ TVയോടൊക്കെ നമുക്ക് ഒരൊറ്റ നിലപാടെടുക്കേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹം ഇതൊന്നും അധിക കാലം ഇവിടെ ചെലവാകൂല എന്നും ഇവിടെ വർഗീയപരമായിട്ട് ആളുകളെ ഭിന്നിപ്പിക്കുന്നതും വർഗീയത പറയുന്നതും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ആരാണ് എന്ന് കൃത്യമായി എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇത്തരം ആളുകളുടെ ഇത്തരം നീച പ്രവർത്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള വർഗീയ തീവ്രവാദ ചാനലുകളെ, അങ്ങനെ തന്നെ പറയണം, വർഗീയ തീവ്രവാദ ചാനലുകളെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അതിൽ ലാഭം കൊയ്യുന്ന അതിൽ രാഷ്ട്രീയം കൊയ്യുന്ന ഇത്തരം വിഷജീവികളെ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മൾ എത്ര അവർക്ക് ഏതൊക്കെ രീതിയിൽ അവരുമായിട്ട് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലും ഇവരുടെയൊക്കെ മനസ്സിൽ ഒരൊറ്റ മനോഭാവമേ ഉള്ളൂ. മുസ്ലിം സംഘടനകളെയും മുസ്ലിം സമുദായത്തെയും അടക്കം ഇവിടുത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ, അതിൽ ക്രൈസ്തവരുണ്ട്, എല്ലാവരുമുണ്ട്, അവരെ ഒക്കെ ഭിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇവരുടേതായ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് വർഗീയത പറയാനും ചേരിതിരിവ് ഉണ്ടാക്കാനും ഇവർക്ക് യാതൊരുവിധ മടിയുമില്ല. അത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവരിപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതേ നാണയത്തിലാണ് ഇവർ ഇനിയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും പണിയെടുക്കുന്നതും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജനൻ TVയുടെ വിസർജനത്തിന്റെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.